അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പുതിയൊരു ചാപ്റ്ററാണ് നമുക്ക് എടുക്കാനുള്ളത്, ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ചില സംഗതികളൊക്കെ കാണുമ്പോൾ നമുക്കിത് എന്തോ മാതിരിയാണെന്ന് തോന്നൂലേ. ഉദാഹരണത്തിന് നിങ്ങൾ പൂർണ്ണ ചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാൾ നിൽക്കുന്ന മാതിരിയൊക്കെ തോന്നും. അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും മേഘങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അല്ലേ, ചിലപ്പോൾ മേഘം വല്ല കുതിരൻ്റെ മാതിരി അല്ല ആനൻ്റെ പോലെ, അല്ലെങ്കിൽ മുഹമ്മദ് എഴുതിയ പോലെ, ഇങ്ങനെയൊക്കെ പലതും നമ്മൾ എന്ത് ചെയ്യും തോന്നാറുണ്ട്. അതുപോലെ അമേരിക്കയിലുള്ള ഹാംഷെയറിലുള്ള ഒരു 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 എന്താ പറയുക പാറയാണിത്. ഈ പാറയുടെ പാറയുടെ മോൾഭാഗം ഒരു ആളെ പോലെയാണ്, ഒരു മനുഷ്യൻ്റെ മുഖം പോലെയാണ് തോന്നാറ്. ഏകദേശം ഇങ്ങനെയാണത് ഉള്ളത്. ദ മാൻ ഓഫ് ദ മൗണ്ടെയിൻ എന്നാണ് ഇതിനെ പറയുക. ഈ ഒരു സംഗതി നാച്ചുറൽ സംഗതിയാണല്ലോ ഇത്. നമ്മളെ അമേരിക്കയിലെ ഹാംഷെയർ സ്റ്റേറ്റിൻ്റെ ഒരു ഒരു എംബ്ലമായിരുന്നു. അതുപോലെ തന്നെ അവർ കോയിനുകൾ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇതേ രൂപത്തിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ 2003 ഇത് എന്താ പറയുക പാറ, ഇത് സാധാരണ എന്താ പറയുക നമ്മളെ മാർബിൾ പോലത്തെ ഒരു പാറയാണ്. മാർബിളല്ല, ഗ്രാനൈറ്റ്സ് പോലത്തെ ഒരു സ്ലൈഡുകൾ പോലും ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെന്താണ് 2003 ഇത് നശിച്ചു പോകുന്നത്. നശിക്കുന്നതിൻ്റെ വീഡിയോ നശിച്ചു പോകും. ഇപ്പം എന്തില്ല, ഇപ്പോൾ അങ്ങനെ ഒരു മുഖ ഷേപ്പ് പോലെ നമുക്ക് തോന്നൂല. അപ്പോൾ ഈ ഒരു റോക്കിനെ കുറിച്ച് അമേരിക്കൻ നോവലിസ്റ്റായിട്ടുള്ള ആളുടെ ഒരു ചെറിയ കഥയാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സാധാരണ ഗതിയിൽ നമ്മൾ മേഘങ്ങൾ കാണുമ്പോൾ പിന്നെ മറ്റ് വല്ല സംഗതികളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഓരോ ജീവിയുടെ രൂപം അതല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും രൂപങ്ങളൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. അതിനൊരു എക്സാമ്പിളാണ് ഞെട്ടുന്നുണ്ടോ മേഘങ്ങൾ ഉണ്ടാവും, ലവിനെ പോലെ അല്ലെങ്കിൽ റാബിറ്റിനെ പോലെ, കങ്കാരുവിനെ പോലെ, അല്ലെങ്കിൽ ഈ മേഘത അങ്ങനെ എന്തോ വീണടക്കുന്ന പോലെ അല്ലേ, മറ്റേ കരടി വീണടക്കുന്ന പോലെ, പിന്നെ പൂവുകളാണെങ്കിലും അല്ലെ കുരങ്ങനെ പോലെ, ഇങ്ങനെയൊക്കെ പലതും നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നാച്ചുറൽ സംഗതി കണ്ടിട്ട് നമ്മൾ ഓരോന്ന് ഇതാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സംഗതിയെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു റോക്കിനെ കുറിച്ചിട്ടുള്ള കഥയാണ് നമുക്ക് ഈ പാഠത്തിൽ പറയാനുള്ളത്. ആദ്യമായിട്ട് ഇത് എഴുതിയത് നഥാനിയൽ ഹോത്തോൺ. അദ്ദേഹം ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ്, ഡാർക്ക് റൊമാൻറ്റിക് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഇതൊക്കെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. വിശാലമായി നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വിക്കിപീഡിയ നോക്കാം. അദ്ദേഹം 1804 നമ്മളെ സേലം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊരു സ്ഥലം ഉണ്ട്, അതല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ US സേലത്തിലാണ് ജനിച്ചത്. 1864 ഒരുപാട് മുമ്പ് തന്നെ പഴയകാല എഴുത്തുകാരനാണ് അർത്ഥം. അദ്ദേഹം 1864 മെയ് 19 മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസാണ് യങ് ഗുഡ് മാൻ, ബോൺ ആൻഡ് ദ ബർത്ത് മാർക്ക്. കൂടുതൽ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ദ സ്കാർലറ്റ് ലെറ്റർ, ട്വൈസ് ഓൾഡ് ടെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂവികളും അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കഥയിലേക്കാണ് ഇനി പോകുന്നത്. നോക്കുക, സീൻ ഫ്രം എ ഡിസ്റ്റൻസ്, ദൂരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹിൽ ടോപ്സ് ആൻഡ് ഹ്യൂജ് റോക്സ്, ചിലപ്പം ഹിൽ ടോപ്പ് മലമുകൾ അല്ലെങ്കിൽ ഹ്യൂജ് റോക്സ് അല്ലെങ്കിൽ വലിയ പാറകൾ, സീംസ് ടു അസ്യൂം എ വേരിയസ് ഷേപ്പ്, വ്യത്യസ്തമായ രൂപങ്ങളെപ്പോലെ തോന്നാം. തോന്നും, ടു അസ്യൂം വേരിയസ് ഷേപ്സ്, വ്യത്യസ്തമായ രൂപങ്ങൾ പോലെ നമുക്ക് തോന്നാം. ദേ മേ റിസംബിൾ ആൻ അനിമൽ ഓർ ആൻ എ ഹ്യൂമൻ ഫിഗർ. ദേ മേ റിസംബിൾ എന്ന് പറഞ്ഞാൽ ലുക്ക് ലൈക്ക്, അത് നമുക്ക് തോന്നാം. ആൻ അനിമൽ ഒരു മൃഗത്തെ പോലെ, ഓർ എ ഹ്യൂമൻ ഫിഗർ അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപത്തെ പോലെ. പീപ്പിൾ അട്രിബ്യൂട്ട് അസൈൻ, അത് പറഞ്ഞടക്കുന്നു. സ്റ്റോറീസ് ടു ദീസ് ഷേപ്സ്, ഈ ഒരു സ്റ്റോറിയെക്കുറിച്ച് ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നു. സം സ്റ്റോറീസ് കം ട്രൂ, ചിലപ്പോൾ ചില സ്റ്റോറികൾ
സത്യമാവാം, അതർ ഡോൺ മറ്റേത് ചിലപ്പോൾ സത്യമാവില്ല. ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഈസ് വൺ ഓഫ് സച്ച് എ ഷേപ്പ്. ഗ്രേറ്റ് സ്റ്റോൺ എന്താണ്? ഇതുപോലത്തെ ഒരു ഷേപ്പാണ്. ദാറ്റ് റിമൈൻസ്, അത് നിലനിൽക്കുന്നു. ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ വാലി ഓഫ് പ്രൊഫേസി. റിമൈൻസ്, അത് നിൽക്കുന്നു, അല്ലെങ്കിൽ ദാറ്റ് റിമൈൻസ്, അത് ഓർമ്മപ്പെടുത്തുന്നു. ദ ഇൻഹാബിറ്റൻസ്, ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹൂ ലിവ് ദർ, ഇൻഹാബിറ്റൻസ് താമസക്കാർ, ഓഫ് ദ വാലി, വാലിയുടെ ഓഫ് എ പ്രൊഫേസി. പ്രൊഫേസി എന്ന് പറഞ്ഞാൽ ഭാവി കാലങ്ങൾ പറയുന്ന, പ്രൊഫറ്റിൽ നിന്ന് വന്നതാണ് പ്രൊഫേസി. ഭാവി കാലങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരു ജനസമൂഹം അവിടെ ജീവിച്ചിരുന്നു, അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു റോക്കാണ്, അല്ലെങ്കിൽ ഒരു വാലിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ദ ഫേസ് ഷേപ്പ് ദാറ്റ് റിമൈൻസ്, അത് ഓർമ്മപ്പെടുത്തുന്ന ദ ഇൻഹാബിറ്റൻസ്, ഒരു കൂട്ടം താമസക്കാർ, ഓഫ് ദ വാലി, തെരുവിലെ അല്ലെങ്കിൽ തായ്വരയിലെ, ഓഫ് എ പ്രൊഫേസി, അതായത് ഭാവി കാലങ്ങൾ ഇങ്ങനെ പ്രവചിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ഭാവി കാലം ഇങ്ങനെയൊക്കെ വരുമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു റോക്കാണിത്. വാട്ട് വാസ് ഇറ്റ്? അതെന്തായിരുന്നു? ഡിഡ് ഇറ്റ് കം ട്രൂ? അത് യഥാർത്ഥമായോ? അവർ പറഞ്ഞത് യഥാർത്ഥമായോ? അതാണ് ഈ ഇതിൽ പറയാനുള്ളത്. നോക്കാം. വൺ ആഫ്റ്റർനൂൺ, when the sun was going down, a mother and her little boy sat at the door their cottage, talking about the grey stone face. They had only to lift their eyes, and there it was, plain to be seen, though miles away, with the sunshine brightening all its features. One afternoon, ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം, when the sun was going down, സൂര്യൻ ഇങ്ങനെ താഴ്ചയ്ക്ക് പോവുകയാണ്, അതായത് അസ്തമിക്കാൻ, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അടിക്ക് പോവല്ലേ ചെയ്യാം. എ മദർ ആൻഡ് ഹെർ ലിറ്റിൽ ബോയ്, ഒരു ഉമ്മയും അവളുടെ കുട്ടിയും, സാറ്റ്, ഇരുന്നു, അറ്റ് ദ ഡോർ ഓഫ് ദിയർ കോട്ടേജ്, അവരുടെ വീടിന് മുമ്പിൽ ഇങ്ങനെ ഇരുന്നു, ടോക്കിംഗ് അബൌട്ട് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്, ഈ ഗ്രേറ്റ് സ്റ്റോണിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. ദേ ഹാഡ് ഓൺലി ടു ലിഫ്റ്റ് ദിയർ ഐസ്, അവരെന്താണ്? അവരുടെ കണ്ണുകൾ ഉയർത്തി. ആൻഡ് ദർ ഇറ്റ് വാസ്, അവിടെയുണ്ട്, ആ ഗ്രേറ്റ് സ്റ്റോൺ അവിടെ ഉണ്ട്. ടു ബി സീൻ, അവർ കാണുന്നു. ദേ ഹാഡ് ഓൺലി ടു ലിഫ്റ്റ് ദിയർ ഐസ് ആൻഡ് ദർ ഇറ്റ് വാസ്, പ്ലെയിൻ ടു സീൻ, ഇങ്ങനെ അത് കൃത്യമായിട്ട് ഇങ്ങനെ കാണുന്നു. പ്ലെയിൻ ടു സീൻ, അത് കൃത്യമായി ഇങ്ങനെ കാണുന്നുണ്ട്. ദോ മൈൽസ് അവേ, കുറച്ച് ദൂരത്തായിട്ട്. വിത്ത് ദ സൺഷൈൻ, സൂര്യപ്രകാശം, ബ്രൈറ്റനിങ് ഓൾ ഇറ്റ്സ് ഫ്യൂച്ചേഴ്സ്, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ പ്രശോഭിച്ച് നിൽക്കുന്നു. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫീച്ചർ അവിടെ പ്രത്യേക അർത്ഥം പറയണ്ട. സൺഷൈൻ ബ്രൈറ്റനിങ് ഓൾ ഇറ്റ്സ് ഫ്യൂച്ചർ, അതിൻ്റെ എന്താ പറയുക, ചുറ്റുപാടുകളും, അതിൻ്റെ എന്താ പറയുക, പരിസരങ്ങളൊക്കെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്ന ഒരു രംഗത്ത് നമ്മളെ കുട്ടിയും ഉമ്മയും എന്താണ്, വീടിൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ നോക്കുകയാണ്. ആൻഡ് വാട്ട് വാസ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്? എന്താണ് ഈ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് പറഞ്ഞാൽ എന്താ? ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് വാസ് എ വർക്ക് ഓഫ് നേച്ചർ, അത് ഒരു വർക്ക് ഓഫ് നേച്ചർ, നാച്ചുറലി അതങ്ങനെ സംഭവിച്ചൊരു സാധനമാണ്. ഫോംഡ് ഓൺ ദ പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് എ മൗണ്ടെയിൻ ബൈ സം ഇമ്മൻസ് റോക്ക്. ഫോംഡ്, അത് ഉണ്ടായി, ഫോം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക അല്ലേ, ഫോർമേഷൻ, ഫോം ഉണ്ടായി. ഓൺ ദ പെർപെൻഡിക്കുലർ സൈഡ്, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിലായിട്ട്, അതാണ്ടോ 90, ഞാൻ വട്ടട്ട സ്ഥലത്ത് നോക്കുക, 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ, 90 ഡിഗ്രിയിലായിട്ട് സൈഡ് ഓഫ് എ മൗണ്ടെയിൻ്റെ ഒരു സൈഡ്, ബൈ സം ഇമ്മൻസ് റോക്ക്. ഇമ്മൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ്, വലിയ പർവ്വതം, വലിയ പാറക്കഷ്ണങ്ങൾ കൊണ്ട് 90 ഡിഗ്രിയിലായിട്ട് ഇങ്ങനെ തള്ളി നിന്നിട്ട് ഉണ്ടായ ഒരു സാധനമാണ് എന്ത്, നമ്മളുടെ ഗ്രേറ്റ് സ്റ്റോൺ. വിച്ച് ഹാഡ് ബീൻ ത്രോൺ ടുഗദർ, സോ ദാറ്റ് വെൻ വിച്ച് ഹാഡ് ബീൻ ത്രോൺ ടുഗദർ, ത്രോൺ എന്ന് പറഞ്ഞാൽ എറിയപ്പെടാന്നല്ലേ. അപ്പം വലിയ വലിയ റോക്കുകൾ ഇങ്ങനെ ഒന്നായിട്ട് കൂടിക്കുന്ന 90 ഡിഗ്രിയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സാധനമാണ്.
വെൻ വ്യൂഡ് അറ്റ് ദ പ്രോപ്പർ ഡിസ്റ്റൻസ്, ഇത് നമ്മളിങ്ങനെ എന്താണ് ഒരു വ്യൂഡ് നോക്കിയാൽ എ പ്രോപ്പർ ഡിസ്റ്റൻസ്, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഡിസ്റ്റൻസ്, ഒരു കൃത്യമായിട്ടുള്ള ദൂരത്തു നിന്ന് നോക്കിയാൽ ദേ റിസംബിൾഡ് അറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഹ്യൂമൻ ഫേസ്. റിസംബിൾ എന്ന് പറഞ്ഞാൽ തോന്നാന്നല്ല, റിസംബിൾ. റിസംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയാം, നമുക്ക് ഏകദേശം തോന്നുന്നു എന്ന് പറയാം, ഒരു ഷേപ്പ് പോലെ തോന്നുന്നു. ദേ റിസംബിൾഡ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഹ്യൂമൻ ഫേസ്, ഒരു ഹ്യൂമൻ ഫേസിൻ്റെ രൂപം പോലെ തോന്നുന്നു, ധരിക്കുക അല്ലേ, അല്ലെങ്കിൽ സാദൃശ്യമാണ്, ഒരു ഹ്യൂമൻ ഫേസിനോട് രൂപസാദൃശ്യമുള്ള പോലെ നമുക്ക് തോന്നുന്നു. മനസ്സിലായോ? ഒന്നുകൂടി നോക്കുക. ദേ റിസംബിൾഡ്, നമുക്ക് അത് രൂപസാദൃശ്യം തോന്നുന്നു. റിസംബിൾ എന്ന് പറഞ്ഞാൽ രൂപസാദൃശ്യം തോന്നുക അല്ലെങ്കിൽ രൂപസാദൃശ്യം ഉണ്ടാവുക എന്നാണ് അർത്ഥം. ദ ഫീച്ചേഴ്സ് ഓഫ് എ ഹ്യൂമൻ ഫേസ്, ഒരു ഹ്യൂമൻ ഫേസിൻ്റെ രൂപത്തെ പോലെ നമുക്ക് തോന്നും ദൂരത്തുനിന്ന് നോക്കിയാൽ. ഇഫ് ദ സ്പെക്ടാറ്റർ എന്ന് പറഞ്ഞാൽ കാണി അല്ലേ, നമ്മൾ ഗാലറിയിലൊക്കെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ സ്പെക്ടാറ്റേഴ്സ് എന്നാണ് പറയാം, കാണികൾ. കാണികൾ അപ്രോച്ച് ടു നിയർ, എടുത്തു നോക്കിയാണ് ഹി ലോസ് ദ ഔട്ട്ലൈൻ ഓഫ് ദ ഇനോർമസ് ഫേസ്. എടുത്തു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് ഹി ലോസ്, അവന് നഷ്ടപ്പെടും ദ ഔട്ട്ലൈൻ, അതിൻ്റെ ഔട്ട്ലൈൻ ഓഫ് ദ ഇനോർമസ് ഫേസ്. ഇനോർമസ് എന്ന് പറഞ്ഞാൽ വെരി ബിഗ് ഫേസ് ആൻഡ് കുഡ് സീ ഓൺലി എ ഹീപ്പ് ഓഫ് എ ജൈജാൻറ്റിക് റോക്സ്. എടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് അവന് ഇത് ഒരു വലിയ ഫേസായിട്ട് ആ ഫേസിൻ്റെ വലിയൊരു ഫേസിൻ്റെ ആ രൂപസാദൃശ്യമൊക്കെ നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് എന്താണ് എടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരു പാറക്കഷ്ണം, ജൈജാൻറ്റിക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയ പാറക്കഷ്ണം മാത്രമായിട്ടേ തോന്നുകയുള്ളൂ. പൈൽഡ് വൺ അപ്പോൺ അനദർ, ഒന്ന് മറ്റൊന്നിനുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന, ഒന്ന് മറ്റൊന്നുമായിട്ട് പൈലിംഗ് എന്ന് പറഞ്ഞാൽ കുഴിച്ച് നിൽക്കാന്നല്ലേ. അപ്പോൾ പൈൽഡ് വൺ അപ്പോൺ വൺ അനദർ എന്ന ഒന്നിൻ്റെ മേലിൽ ഇങ്ങനെ അട്ടിയായിട്ട് നിൽക്കുന്ന ഒരു പാറക്കഷ്ണമായിട്ട് എടുത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ദൂരത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു മുഖ സാദൃശ്യമുള്ളതായിട്ട് തോന്നും. എന്താ നിങ്ങൾ അടുത്ത് ബട്ട് സീൻ ഫ്രം എ ഡിസ്റ്റൻസ് ദ ക്ലൗഡ്സ് ക്ലസ്റ്ററിങ് അബൌട്ട് ഇറ്റ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് സീംഡ് പോസിറ്റീവ്ലി ടു ബി അലൈവ്. ഇറ്റ് വാസ് ദ ബിലീഫ് ഓഫ് മെനി പീപ്പിൾ ദാറ്റ് ദ വാലി ഓൺ മച്ച് ഓഫ് എ ഫെർട്ടിലിറ്റി ടു ദ benign face that was continually beaming over it. But seen from a distance, നമ്മൾ ദൂരത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ദ ക്ലൗഡ്സ്, മേഘങ്ങളൊക്കെ ക്ലസ്റ്ററിങ് അബൌട്ട് ഇറ്റ്, ഗ്യാതറിങ് ഒരുമിച്ച് കൂടും, അതിൻ്റെ ചുറ്റും ഇങ്ങനെ മേഘങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിന്നാൽ ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്, ആ വലിയ പാറക്കഷ്ണങ്ങൾ സീംഡ് പോസിറ്റീവ്ലി ടു ബി അലൈവ്, ജീവനുള്ള മാതിരി ഇങ്ങനെ നമുക്ക് തോന്നും. ഇറ്റ് വാസ് ദ ബിലീഫ്, അതൊരു വിശ്വാസമാണ്, ഓഫ് മെനി പീപ്പിൾ, ഒരുപാട് ജനതയുടെ വിശ്വാസമാണ്, ദാറ്റ് ദ വാലി എന്താ പറയുക, മലഞ്ചെരുവ്, ഓഡ് മച്ച് ഓഫ് എയർ ഫെർട്ടിലിറ്റി, അവിടെ നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള വാലിയാണത്. ടു ദ ബിനൈൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിനൈൻ എന്ന് പറഞ്ഞാൽ കൈൻഡ്, ജെൻറ്റിൽ, ഈ ഒരു നല്ല ഫേസ് ദാറ്റ് വാസ് കണ്ടിന്യൂവലി ബീമിങ് ഓവർ ഇറ്റ്, അവരെ നോക്കി ഈ വാദിയെ അല്ലെങ്കിൽ ഈ ഒരു മലഞ്ചെരുവിനെ നോക്കി നിൽക്കുന്ന ആ ഒരു കൈൻഡ് എന്താ പറയുക റോക്ക് ഫേസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ വാലിക്കൊക്കെ ഫെർട്ടിലിറ്റിയൊക്കെ കിട്ടിയത്, ഫലഭൂഷ്ടമായ ഇതൊക്കെ കിട്ടിയെന്നാണ് അവരുടെ വിശ്വാസം. ഇറ്റ് വാസ് ദ ബിലീഫ്, അവരുടെ വിശ്വാസം ഇതാണ്, ഓഫ് മെനി പീപ്പിൾ, ഒരുപാട് ജനതയുടെ വിശ്വാസം, ദാറ്റ് ദ വാലിക്ക് ഓണർഷിപ്പ് കിട്ടില്ല, ഓവിഡ് എന്ന് പറഞ്ഞാൽ അത് അതിനെ അർഹിച്ചിരിക്കുന്നു,
മച്ച് ഓഫ് എ ഫെർട്ടിലിറ്റി, ഒരുപാട് ഫലപുഷ്ടമായിട്ടുള്ള ആ ഫലപുഷ്ടത കിട്ടിയത് എങ്ങനെയാണ്? ടു ദ ബിനൈൻ ഫേസ് ദാറ്റ് വാസ് കണ്ടിന്യൂലി ബീമിങ് ഓവർ ഇറ്റ്. അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഫേസ്, ഈ ഒരു കൈൻഡ് ഫേസ് കാരണമാണ് ഇതെല്ലാം കിട്ടിയതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എ മദർ ആൻഡ് ഹെർ ലിറ്റിൽ ബോയ്, ആസ് വി സെഡ് ഏർലിയർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മദറും കുട്ടിയും, സാറ്റ് അറ്റ് ദ ഡോർ ഓഫ് ദ കോട്ടേജ്, അവരുടെ വീടിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഗേസിങ് അറ്റ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്. ഗേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നാൾ പറഞ്ഞ അങ്ങനെ നോക്കുക, കണ്ടിന്യൂലി അല്ലേ, ലുക്ക് കണ്ടിന്യൂലി. അപ്പോൾ തുറിച്ചിങ്ങനെ നോക്കുകയാണ് ഗ്രേറ്റ് സ്റ്റോൺ, ആ സ്റ്റോണിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാണ്. ദ ചൈൽഡ്സ് നെയിം വാസ് ഏണസ്റ്റ്, ചൈൽഡിൻ്റെ പേര് ഏണസ്റ്റ് എന്നാണ്. മദർ said he while the great face smiled on him, I wish that it could speak. While the great face smiled on him, അങ്ങനെ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ചിരിക്കുന്നതായിട്ട് തോന്നുന്നു. ഐ വിഷ് ദാറ്റ് ഇറ്റ് കുഡ് സ്പീക്ക്, അത് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഫോർ ഇറ്റ് ലുക്സ് സോ വെരി കൈൻഡ്ലി, അത് വളരെ സഹിഷ്ണുതമായിട്ടുള്ള നല്ല നോട്ടമാണ് നോക്കുന്നത്. ദാറ്റ് ഇറ്റ് ഈസ് വോയിസ് മസ്റ്റ് ബി ഇൻഡീഡ് ടു ബി പ്ലസൻറ്റ്. അങ്ങനെ ആകുമ്പോൾ ആ റോക്ക് അതല്ലേ ഒരു ജീവൻ സങ്കല്പിക്കാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സൗണ്ടും വളരെ പ്ലസൻ്റ് ആയിരിക്കും, നല്ല സന്തോഷമുള്ള അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള ശബ്ദമായിരിക്കും. ഇഫ് ഐ എവർ സീ എ മാൻ വിത്ത് സച്ച് എ ഫേസ്, ഞാൻ ഇതുപോലത്തെ ഫേസുള്ള ഇത് മുമ്പ് കണ്ടിട്ടില്ല. ഐ ഷുഡ് ലവ് ഹിം വെരി മച്ച്, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ആ കുട്ടി അമ്മനോട് പറയാണ്, എന്തൊരു കൈൻഡ് ഫേസാണത്, നല്ല അട്രാക്റ്റീവ് ഫേസാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ശബ്ദവും അദ്ദേഹത്തിന് ഉണ്ടാകും. ഞാൻ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ എന്താണ് സ്നേഹിക്കുന്നു എന്ന് പറയും. റോക്കല്ല, റോക്കിൻ്റെ സാങ്കല്പികമായിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കുട്ടി പറയും. ഇഫ് എൻ ഓൾഡ് പ്രൊഫസി ഷുഡ് കം ടു പാസ് ആൻസേർഡ് ഹിസ് മദർ. അപ്പം എന്താ പറയുക, മദർ പറയുന്നത് ഇഫ് എൻ ഓൾഡ് പ്രൊഫസി, മുമ്പത്തെ കാലത്ത് പറയപ്പെട്ട പോലെ ഒരു എന്താണ് പ്രൊഫസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക, ഒരു അല്ലേ നമ്മൾ എന്താ പറയുക, പ്രവചനം, പ്രൊഫസി പ്രവചനം. ഇഫ് എൻ ഓൾഡ് പ്രൊഫസി, ഒരു പ്രവചനമുണ്ട്, ഷുഡ് കം ടു പാസ്, അത് ശരിയാവുകയാണെങ്കിൽ ആൻസേർഡ് ദ മദർ അങ്ങനെ പറയും. വി മേ സീ എ മാൻ സം ടൈം, അപ്പോൾ നമുക്ക് കാണാൻ കഴിയും വിത്ത് എക്സാക്ട്ലി സച്ച് എ ഫേസ് ആസ് ദാറ്റ്, ഇതുപോലത്തെ സെയിം ഫേസുള്ള ഒരാളെ നമുക്ക് കാണാൻ പറ്റും ആ മുമ്പത്തെ പ്രവചനങ്ങളൊക്കെ ശരിയാവുകയാണെങ്കിൽ എന്ന് പറയും ഉമ്മ. അപ്പോൾ എന്ത് പ്രവചനം കുട്ടി ചോദിക്കണ്ടേ, വാട്ട് പ്രൊഫസി, എന്ത് പ്രവചനം, ഡിഡ് യു മീൻ ഡിയർ മദർ, എന്ത് പ്രവചനം മുമ്പ് ഇങ്ങനെയുള്ളത്, ഇതുപോലത്തെ ആൾക്കാർ വരുന്ന എന്ത് പ്രവചനം ഉണ്ടോ? അപ്പോൾ ഈഗേർലി ഇൻക്വയർഡ് ഏർണസ്റ്റ്, അതിങ്ങനെ ജിജ്ഞാസയോട് കൂടിയിട്ട് കുട്ടി, ഞാനിപ്പോൾ ഇതെല്ലാ അർത്ഥവും എഴുതി തരാത്തെന്താ അറിയാം, കുറച്ച് അർത്ഥങ്ങൾ എന്താണ് നിങ്ങളിങ്ങനെ കേട്ടിങ്ങനെ മനസ്സിലാവേണ്ടതാണ്. മറ്റേ തന്നെ അർത്ഥം എഴുതി നിങ്ങൾ അതേമാതിരി അതിൽ എഴുതി വെക്കുക എന്നല്ലാതെ പാഠം വായിച്ച് അത് മനസ്സിലാക്കേണ്ട ഒരു രീതി മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ട് പോവുകയാണ് എന്നർത്ഥം. ഈഗർലി ഇൻക്വയർഡ് ഏണസ് എന്താണ്, അത് ഭയങ്കര ജിജ്ഞാസപൂർവ്വം അത് എന്താ കേൾക്കാൻ ആഗ്രഹിച്ചു. പ്ലീസ് ടെൽ മീ അബൌട്ട് ഇറ്റ്, എന്താണ് പ്രവചനം ഉണ്ടായത് മുമ്പ്, ഇതുപോലത്തെ ഒരാൾ വരുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രവചനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. സോ ഹിസ് മദർ ടോൾഡ് ഹിം എ സ്റ്റോറി, ഒരു കഥ പറഞ്ഞു. ദാറ്റ് ഹെർ ഓൺ മദർ ഹാഡ് ടോൾഡ് ഹെർ, ആ ഉമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്തതാണ്. വെൻ ഷീ ഹെർസെൽഫ് വാസ് യങ്ങർ ദാൻ ലിറ്റിൽ ഏണസ്റ്റ്, ഏണസ്റ്റിനെക്കാട്ടും ചെറിയ പ്രായമായപ്പോൾ ആ ഉമ്മയുടെ ഉമ്മ പറഞ്ഞു കൊടുത്തതാണ്. എന്താണ്? അറ്റ് സെയിം ഫ്യൂച്ചർ ഡേ, അന്നത്തെ ആൾക്കാരൊക്കെ പറയുമായിരുന്നു, അറ്റ് സെയിം ഫ്യൂച്ചർ ഡേ, ഈ അടുത്ത കാലത്തായിട്ട് എ ചൈൽഡ് ഷുഡ് ബി ബോൺ, ഒരു കുട്ടി ജനിക്കും, നിയർ ഹിയർ, ഈ ഒരു അത് എന്താ വാദ്യം ഉണ്ടല്ലോ, നമ്മളെ പാറ നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ മലഞ്ചരവും, ഇവിടെ ഒരു കുട്ടി ജനിക്കും. ഹു വാസ് ഡെസ്റ്റൈൻഡ് ടു ബിക്കം ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് നോബിളസ്റ്റ് പേഴ്സൺ ഓഫ് ടൈം ആൻഡ് ഹോസ് ഫേസ്. അവനെന്ത് ചെയ്യും? ഡെസ്റ്റിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി നിർണ്ണയിക്കുക. ഡെസ്റ്റിൻ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിക്കുക, വിധിക്കുക എന്നൊക്കെ പറയും. ഡെസ്റ്റിനി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഹു വാസ് ദ ഡെസ്റ്റിൻഡ് ടു ബിക്കം എ ഗ്രേറ്റസ്റ്റ് ആൻഡ് നോബിളസ്റ്റ് പേഴ്സൺ, അവന് ഒരു എന്താണ്
അവനെന്താണ് വലിയൊരു ഗ്രേറ്റസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ നോബിളസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറുന്ന ഒരു കുട്ടി ഈ വാദിയിൽ ജനിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാരൊക്കെ അങ്ങനെ പറയുന്നു. ഇൻ മാൻഹുഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വങ്ങളൊക്കെ അല്ലേ നല്ല ഗ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഇവിടെ ജനിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള അത് എന്താണ് ഈ റോക്ക് ഫേസിനുമായിട്ട് വളരെ എന്താണ് സാദൃശ്യം ഉണ്ടാകും. ഷുഡ് ബിയർ ആൻ എക്സാക്റ്റ് റിസംബിൾസ് ടു ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്. ഗ്രേറ്റ് സ്റ്റോൺ ഫേസിനോട് തുല്യമായിട്ടുള്ള ഒരാൾ ജനിക്കാൻ പോകുന്നുണ്ട്. അത് ഈ ഒരു നാട്ടിലെ അദ്ദേഹത്തിൻ്റെ കാലത്തിലെ ഏറ്റവും മനുഷ്യത്വത്തിൻ്റെ ഉയർന്ന ഒരാളായിരിക്കും, നല്ലൊരാളായിരിക്കുമെന്ന് ഇങ്ങനെ പറയും. നല്ലൊരാളായിരിക്കും, ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും അദ്ദേഹം. ഈ പാറക്കല്ലിനോട് തുല്യ ആ ഫേസൊക്കെ പാറക്കല്ലിനോട് ആ പാറക്കല്ലിൻ്റെ ഇപ്പോഴുള്ളൊരു ഫേസ് ഉണ്ടല്ലോ, ആ ഫേസ് രൂപസാദൃശ്യമുള്ള ഒരു കുട്ടി ജനിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. മെനി സ്റ്റിൽ ഹാഡ് എ ഫെയ്ത്ത് ഇൻ ഹിസ് ഓൾഡ് പ്രൊഫസി. ഈ പ്രവചനത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ബട്ട് അതേഴ്സ് ടുക്ക് ഇറ്റ് ടു ബി നത്തിങ് ബട്ട് ഇറ്റ് എ ഐഡൽ ടോക്ക്. മറ്റുള്ളവർ പറയുന്നത് ഇതൊരു ഐഡൽ ടോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫൂളിഷ് വർത്താനാണ്, വല്ലാതെ അതിനൊരു അർത്ഥമൊന്നുമില്ലാത്ത വർത്താനാണെന്നാണ് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറ്റ് ഓൾ ഇവൻസ് ദാറ്റ് ദ ഗ്രേറ്റ് മാൻ ഓഫ് പ്രൊഫസി ഹാഡ് നോട്ട് യെറ്റ് അപ്പിയർഡ്. പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഒരു രൂപസാദൃശ്യമുള്ള അതല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ നോബിളസ്റ്റ് പേഴ്സൺ ഇതുവരെ വന്നിട്ടൊന്നുമില്ല. പക്ഷെ ചില ആൾക്കാർ അത് വരുമെന്ന് പറയുന്നു, ചില ആൾക്കാർ പറയുന്നു അല്ലല്ല അതൊരു ഫൂളിഷ് ടോക്കാണ് എന്നും പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.